ആംബുലൻസ് സർവീസല്ലോ എന്ന പേഷ്യന് വേണ്ടിയിട്ട് മഞ്ചേരി MCC ഓക്കെ മാഡം, നമുക്ക് കാവനൂർ ഭാഗത്തുള്ള ആംബുലൻസ് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. സാർ, മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് MCCയിലേക്കായിരുന്നു. പ്രഗ്നൻസിയാണ്, ബ്ലീഡിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻ്റെ പേര്. എത്ര കിലോമീറ്റർ ഉണ്ടാവും മാഡം? കൊണ്ടിരിക്കുവാണ്. ഓക്കെ, കോൾവേ വിളിച്ചെന്ന് കൺഫേം ചെയ്യട്ടെ മാഡം. ശരി. മെഡിക്കൽ രംഗത്ത് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തതാണ് ആംബുലൻസ്. ഒരു അപകട സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ആശ്രയിക്കുന്നതിന് ആംബുലൻസിനെയാണ്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ കൺട്രോൾ റൂം ആംബുലൻസുകളുടെ 108 ആംബുലൻസുകളുടെ കൺട്രോൾ റൂം നിയന്ത്രിക്കുന്നത് വനിതാ രത്നങ്ങളാണ്. ആ ഒരു സന്തോഷ നിമിഷത്തിലൂടെയാണ് ഈ ഒരു കൺട്രോൾ റൂം കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇന്ന് ഈ ഒരു ദിവസത്തിൽ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് ഇത് 4ാമത്തെ വർഷമാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് വനിതാ ദിനത്തിൽ ഞങ്ങൾ സ്ത്രീകളാണ് കൺട്രോൾ റൂം നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർ കാണും. ഇപ്പം നിങ്ങൾ ഫുൾ എല്ലാ സെക്ഷനിലും നോക്കിക്കഴിഞ്ഞാൽ ടീം ലീഡർ മുതൽ ബാക്കി ഓരോ സെക്ഷനിൽ ഇരിക്കുന്ന വനിതയാണ്. അപ്പോൾ ഒരു വനിത എന്ന് തോന്നുമ്പോൾ എന്താ തോന്നുന്നത്? ഫുൾ സ്ത്രീകളുടെ കയ്യിലായും ഞങ്ങളുടെ കയ്യിലാണ് ഇന്നത്തെ ദിവസം. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഇത്തരത്തിൽ അവർ ജോലിയുടെ തിരക്കിലാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ആൾക്കാരാണ് എമർജൻസി ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കുന്നതൊക്കെ. ജോലി തിരക്കിലാണെങ്കിൽ പോലും എന്ത് തോന്നുന്നു ഈ ഒരു വനിതാ ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു ദിവസം ഇതിൻ്റെ ഭാഗമാകുമ്പോൾ? ഒരു വനിത എന്ന രീതിക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നത് വളരെയധികം സന്തോഷമാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊരു മെഡിക്കൽ ഫീൽഡ് ഇങ്ങനെ ഒരു എമർജൻസി ഒരു സർവീസിലാവുന്നത് അത്രയധികം സന്തോഷം. ഇപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മൊത്തം വനിതകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു മൊത്തം സ്ത്രീകളാണെന്ന് കാണുമ്പോൾ? ഇവിടെ നമുക്കും എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം, അത്രയാണ്. നമസ്കാരം. 108 ആംബുലൻസ് സർവീസല്ലോ. ഇത്തരത്തിൽ അഭിമാനകരമായൊരു നിമിഷത്തിൽ കൂടിയാണ് ഈ ഒരു 108 കൺട്രോൾ റൂമിലെ ഓരോ വനിതകളും കടന്നു പോകുന്നത്. നമുക്കറിയാം, പല ആവശ്യങ്ങൾക്കായിട്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമായിട്ടുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ അതിനുള്ള സഹകരണങ്ങളൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നത് ഇത്തരത്തിലുള്ള വനിതകളാണ്. ഒരു രാവിലെ 7 മണി മുതൽ തുടങ്ങുന്ന ജോലി രാത്രി 10 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ ഒരു ജോലിയുടെ ഈ ഒരു 17 വനിതകളെ നിയന്ത്രിക്കുന്ന ധന്യയാണ് നമ്മോടൊപ്പം ചേരുന്നത്. 35 പേരിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വനിതാ ദിനമായ ഇന്ന് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചതിൽ നമുക്ക് എല്ലാവർക്കും അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട്. നമുക്കിവിടെ 3 ഡെസ്ക്കായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഡെസ്ക്കാണ്. സെക്കൻഡ്, കംപ്ലീറ്റ് വെഹിക്കിളിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു ഡെസ്ക്കാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഫീൽഡ് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെസ്ക്കാണ്. ഈ 3 ഡെസ്ക്കും ഇന്ന് രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു അഭിമാനം എല്ലാവർക്കും ഉണ്ട്, സന്തോഷവും ഉണ്ട്. ലീഡർ താങ്കളാണെന്ന് എന്നറിഞ്ഞപ്പോൾ എന്താ തോന്നിയ ആ ഒരു നിമിഷം? ഇന്നലെ ആയിരുന്നു സാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നത്. ഇന്ന് മാനേജറായിട്ടാണ് ഞാൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഇങ്ങനൊരു അവസരം ലഭിച്ചതിനും ഒരു അവസരം തന്നതിനും മാനേജ്മെൻറ്റിന് എന്നോട് നന്ദി പറയുന്നു. പൊതുവിൽ എത്ര നാളെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നിട്ട്? 4.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ വനിതകളെയും ഇന്ന് ആത്മാഭിമാനത്തിൻ്റെ, സമത്വത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഒരു ദിവസം ആഘോഷിക്കപ്പെടുകയാണ്. അതിലേറ്റവും മനോഹരമായ നിമിഷത്തിൽ കൂടിയാണ് ഈ ഒരു 108ൻ്റെ കൺട്രോൾ റൂം ഇന്ന് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ക്യാമറാമാൻ നന്ദകുമാറിനൊപ്പം വീണ, ഓൺലൈൻ വാർത്ത, കഴക്കൂട്ടം.